അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞൊരു വാർത്തയാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ഷഹാന മുംതാസ് എന്ന പേരുള്ള ഒരു 19 വയസ്സുകാരി ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത. ഉമ്മയുടെയും വാപ്പയുടെയും ഏക മകളാണ്. 19 വയസ്സേ പ്രായമായിട്ടുള്ളൂ. ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്, വിവാഹിതയുമാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 2024 മെയ് 27-നായിരുന്നത്രേ ഈ ഷഹാന മുംതാസിന്റെ നിക്കാഹ് കഴിഞ്ഞത്. ഇവർ നിക്കാഹ് കഴിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ സ്വദേശിയായ വാഹിദ് എന്ന പേരുള്ള ചെറുപ്പക്കാരനാണത്രേ. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ, അവരുടെ വീടിന്റെ ബെഡ്റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ പെൺകുട്ടിയെ കുടുംബം കണ്ടെത്തുന്നത്. അതിനുള്ള കാരണമായി കുടുംബം പറയുന്നത് കേട്ടപ്പോഴാണ് വല്ലാത്ത അത്ഭുതം തോന്നുന്നത്. ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടല്ലോ. അതും നമ്മുടെ വിഭാഗത്തിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്ന് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു, വല്ലാത്ത വേദന തോന്നുകയാണ്. ഈ പെൺകുട്ടിക്ക് നിറം പോരാ എന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം കുറ്റപ്പെടുത്തിയത്ര. പെൺകുട്ടി ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ നിരന്തരമായി മാനസിക പീഡനത്തിന് വിധേയയാക്കി. അതിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അത് സഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസത്തോളം ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോടൊപ്പം താമസിച്ചിരുന്നു. ഇവരും പല സ്ഥലങ്ങളിൽ കറങ്ങിയിരുന്നു, ചുറ്റിക്കറങ്ങിയിരുന്നു. അങ്ങനെ 20 ദിവസത്തിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പോകുന്നത്. ഈ പെൺകുട്ടിയോടൊപ്പം ഒരു പ്രവാസിയാണ്. അങ്ങനെ ഉപ്പയും നിക്കാഹ് കഴിഞ്ഞ് പോയതാണ്. അങ്ങനെ 20 ദിവസം കഴിഞ്ഞ് ഇവൻ വിദേശത്തേക്ക് പോയി. ആ പോയതിന് ശേഷം ഈ പെൺകുട്ടിയെ ഫോൺ വിളിച്ച് പലപ്പോഴായി, നീ നിറം കുറവാണ്, നീ കറുപ്പാണ്. സംഭവം ഇത് പ്രണയ വിവാഹമൊന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇവൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിക്കാഹ് കഴിച്ചാണ്. ഇവനും ഇവന്റെ കുടുംബത്തിനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിക്കാഹ് കഴിക്കുന്നത്. ഇത് ഷഹാന മുംതാസ് മാതാപിതാക്കളുടെ ഏക മകളായത് കൊണ്ട് തന്നെ അവരും നല്ലവണ്ണം അന്വേഷിച്ച് എല്ലാ നിലക്കും നിങ്ങൾക്ക് തൃപ്തിയല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവരും നിക്കാഹിന് തയ്യാറാകുന്നത്. ഇപ്പൊ അവൻ അതിന് കാരണമായി പറയുന്നത്, ഞാൻ നിന്നെ അന്ന് നേരെ ശ്രദ്ധിച്ചിരുന്നില്ല, ഞാൻ നിക്കാഹിന് മുമ്പ് നിന്റെ ഒരു പഴയൊരു +2 പഠിക്കുമ്പോഴുള്ള ഒരു ഫോട്ടോ ആണ് കണ്ടിരുന്നത്. ആ ഫോട്ടോത്തിൽ നീ അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിനക്ക് അധികം കളറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്ര ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയത്. നീ പുറത്തിറങ്ങരുത്, നീ പുറത്ത് വെയിൽ കൊള്ളരുത്, നീ എന്നോടൊപ്പം നടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്, ഒരു ലജ്ജയുണ്ട്, കാരണം നീ എന്നെക്കാളും കളറ് കുറവാണ്, നീ കറുത്തിട്ടാണ് എന്നൊക്കെയാണത്ര ഇവൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്. മാത്രമല്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. ഇനി എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഏതായാലും കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകി എന്നൊക്കെ പറയുന്നു. ഇന്ന് ഉപ്പ വിദേശത്തു നിന്ന് എത്തും. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ കബറടക്കവും മറ്റുമൊക്കെ ഉണ്ടാവുക എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും വല്ലാതെ വിഷമം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരു പെൺകുട്ടി, 19 വയസ്സുകാരിയായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ച ശേഷം 10-20 ദിവസം ആ പെൺകുട്ടിയോടൊപ്പം താമസിച്ച ശേഷം, എന്നിട്ട് ഇത് നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി കളർ പോരാ എന്നൊരു 19 വയസ്സുകാരിയോട് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ പെൺകുട്ടിയുടെ വേദനയും വിഷമമൊക്കെ. പെൺകുട്ടികൾ അങ്ങനെയല്ല, അവർ നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ ഭർത്താവിനെ എല്ലാമായി കാണുന്നവരായിരിക്കും അധിക സ്ത്രീകൾ. ആണുങ്ങളെ പോലെയൊന്നും അല്ല. ഇന്ന് നിക്കാഹ് കഴിഞ്ഞ് നാളെ കൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ആണുങ്ങൾക്ക് ചിലപ്പോൾ വലിയൊരു വിഷയം ചിലപ്പോൾ അധിക പേർക്ക് ഉണ്ടാവില്ല. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ലല്ലോ. അവർക്ക് അപ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ ഭർത്താവിനോട് വലിയൊരു ബന്ധവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇവനോട് കരഞ്ഞു പറഞ്ഞത്രേ, എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പെൺകുട്ടിയുടെ ഉമ്മയോടും പറഞ്ഞത്രേ, അല്ല ഈ പെൺകുട്ടി ഈ ഭർത്താവിന്റെ ഉമ്മയോടും പറഞ്ഞത്രേ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീണ് കരഞ്ഞു എന്നൊക്കെ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മറുപടി, ഇവന്റെ മറുപടി, 20 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഒരു 20 ദിവസം നിക്കാഹ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ, 20 ദിവസമല്ലേ നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ, അതൊക്കെ അത്ര വലിയ കാര്യമാക്കണോ എന്നൊക്കെ ആയിരുന്നു അത്ര ഇവന്റെ മറുപടി, കുടുംബത്തിന്റെ മറുപടി. അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നീ ഒഴിഞ്ഞു പോയിക്കൂടെ, അവനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ഈ ഭർത്താവിന്റെ കുടുംബം പറഞ്ഞു എന്നൊക്കെ ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള മാനസിക പീഡനത്തിന്റെ പേരിലാണ് ആ കുട്ടിയുടെ ജീവൻ ആ കുട്ടി അവസാനിപ്പിച്ചത് എന്നാണ് ഇപ്പൊ കുടുംബം പറയുന്നത്. ഇതില് എങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ എന്തായാലും തെറ്റുകാർ തന്നെയാണ്. ഒരു പെൺകുട്ടിയെയും ഇങ്ങനെയൊന്നും കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം
നിക്കാഹ് കഴിച്ചിട്ട് പിന്നെ കളറ് പോരാ എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വളരെ വലിയ തെറ്റ് തന്നെയാണ്. പിന്നെ പെൺകുട്ടിയുടെ കളറോ അല്ലെങ്കിൽ അവരുടെ പണമോ ഒന്നും കണ്ടിട്ടല്ലല്ലോ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടേണ്ടതും നിക്കാഹ് കഴിക്കേണ്ടതൊക്കെ. മറ്റൊന്ന്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഭർത്താവ് അങ്ങനെ പറയുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ പിന്നെ രണ്ടാമതായി ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇതാണ് പല പെൺകുട്ടികളും അങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേക്കും അതോടെ എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ്. ഇതാണ് പലപ്പോഴും പെൺകുട്ടികളെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്നത്. അത് വേണ്ട, നമ്മളെ വേണ്ടാത്ത ഒരാളെ വേണ്ട എന്ന് വെക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ? ഇനി ഇവനോടൊപ്പം അങ്ങനെയൊക്കെ നമ്മൾ കാല് പിടിച്ച് കുടുംബത്തിൻ്റെ കാല് പിടിച്ച് അവനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും? എന്നും ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരില്ല, തല്ലും മടിയും ഒക്കെ കൊണ്ട് ജീവിക്കേണ്ടി വരില്ലേ? അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കഴിയാതെ പോകുന്നത് എന്നുള്ളതും വല്ലാത്തൊരു വേദനയുള്ള കാര്യം തന്നെയാണ്. വേണ്ട എന്ന് വെക്കാനുള്ള ആർജവം കാണിക്കണം, മനസ്സ് കാണിക്കണം, നന്നായി ജീവിച്ച് നല്ല അന്തസ്സോടുകൂടെ ജീവിക്കണം. പിന്നെ നമ്മൾ ഈ ഭൗതിക ജീവിതം കൊണ്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിയില്ലല്ലോ. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ശിക്ഷ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവില്ലേ? നമ്മൾ ദുനിയാവിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ വേദനിപ്പിക്കുന്നു. നമ്മളങ്ങോട്ട് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവിടെ തകരുന്നത് നമ്മുടെ കുടുംബമാണ്, പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ കുടുംബമാണ്. നമ്മൾ സ്വയം പരാജയപ്പെടുകയാണ്, അതോടൊപ്പം നമ്മുടെ കുടുംബം അവിടെ തകർന്നു പോവുകയാണ്. അവന് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ കല്യാണമൊക്കെ കഴിക്കും, ചിലപ്പോൾ കുറച്ച് കാലം കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ജീവിതം അവസാനിപ്പിക്കുക വഴി നമ്മൾ സ്വയം പരാജയപ്പെടുന്നു, നമ്മുടെ കുടുംബത്തെ തീരാ നഷ്ടത്തിലാക്കുന്നു, വേദനയിലാക്കുന്നു. അതിനൊക്കെ പുറമെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, ജീവിതം അവസാനിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ. ഒന്ന്, നമ്മുടെ ശരീരം കീറി മുറിക്കും. മറ്റൊന്ന്, നമുക്ക് വേണ്ടി ചിലപ്പോൾ നിസ്കരിക്കാനും മറ്റൊന്നും നല്ല ആളുകൾ പലപ്പോഴും തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടാവും അല്ലേ? പലരും നമ്മുടെ മയ്യത്ത് കാണാൻ തന്നെ പലരും ഭയക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇനി അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയാലോ? അള്ളാഹു നൽകിയ ജീവൻ തിരിച്ചെടുക്കാൻ അള്ളാഹ്ക്കല്ലാതെ നമുക്ക് അവകാശമില്ലല്ലോ. വലിയ തെറ്റായിട്ടാണ് ആത്മഹത്യയെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്, വലിയ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ദുനിയാവിൽ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ല, ഒരു പരിഹാരവുമില്ലാത്തൊരു പ്രശ്നം അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടേ ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് എന്തെങ്കിലും ഒരാൾ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ദുനിയാവിലല്ലല്ലോ, നമ്മുടെ യഥാർത്ഥ ജീവിതം നാളെ ആഖിറത്തിലല്ലേ. ആ ആഖിറം നമുക്ക് നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ നഷ്ടം നമുക്ക് എന്താണ് ഉള്ളത്? ഏറ്റവും വലിയ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് ആഖിറത്തിലെ നഷ്ടമല്ല, ദുനിയാവിലെ നഷ്ടമല്ലല്ലോ. ദുനിയാവിലൊരു ഭർത്താവ് പോട്ടായ പുല്ല് എന്ന് വെക്കാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലാതെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്, ചിന്തിക്കരുത്. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ല മനസ്സ് നൽകട്ടെ, നല്ല ബോധം നൽകട്ടെ, നല്ല ബുദ്ധി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.